ഇന്ന് ആചാരങ്ങളും വിശ്വാസങ്ങളിലും നമ്മൾ പറയുന്നുണ്ട് ശനിയാഴ്ച പുത്രഭാര്യയെ വീട്ടിലേക്ക് അയക്കരുത് എന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടവർക്ക് കേട്ടവർക്ക് അറിയായിരിക്കും, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ശനിദോഷ നിവാരണത്തിനായി വ്രതാനുഷ്ഠാനങ്ങൾക്കും പൂജാകർമ്മങ്ങൾക്കുമായി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ദിവസമാണ് ശനിയാഴ്ച. ജീവിത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുവാനായി മാറ്റിവെച്ചിരിക്കുന്ന ദിവസമായ ശനിയാഴ്ച പുത്രനും ഭാര്യയും ഭാര്യാഗ്രഹത്തിലേക്ക് പോയാൽ സ്വഗ്രഹത്തിലെത്തിയ സന്തോഷത്തെ പലപ്പോഴും പെൺകുട്ടികൾ വ്രതഭംഗം വരാനാണ് സാധ്യത. അതിനാലാണ് ശനിയാഴ്ച പുത്രഭാര്യയെ വീട്ടിലേക്ക് അയക്കരുത് എന്ന് പറയുന്നത്. സ്ത്രീകൾ കാലിന്മേൽ കാൽ കയറ്റി വെക്കരുത് എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? സ്ത്രീകൾ കാലിന്മേൽ കാൽ കയറ്റി വെക്കരുതെന്ന് പഴയ തലമുറക്കാരാണ് പറഞ്ഞിട്ടുണ്ട്. അതിനെ അഹങ്കാരത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ സ്ത്രീകൾ സ്ഥിരമായി കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്നത് ദോഷകരമാണെന്നാണ് വൈദ്യശാസ്ത്രം വിലയിരുത്തുന്നത്. അങ്ങനെ ചെയ്യുന്നത് വിവാഹിതരായാലും അവിവാഹിതരായാലും ദോഷം തന്നെ. കാലിന്മേൽ കാൽ കയറ്റി സ്ഥിരമായി ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഗർഭപാത്രത്തിന് ദോഷം സംഭവിക്കുമെന്ന യാഥാർത്ഥ്യം പഴമക്കാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പഴമക്കാർ അത്തരത്തിലൊക്കെ നമ്മളെ ഉപദേശിക്കുന്നത്. പൂച്ച വീട്ടിൽ വന്നു കയറിയാൽ ഐശ്വര്യമാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? പൂച്ചയില്ലാത്ത വീട്ടിൽ എവിടെ നിന്നെങ്കിലും പൂച്ച കയറി വന്നാൽ അത് വീട്ടിലെ ക്ഷുദ്രജീവികളെ കൊന്നൊടുക്കുകയാണ് പതിവ്. മനുഷ്യർക്ക് ശല്യം ചെയ്യുന്ന ക്ഷുദ്രജീവികളെ കൊന്നൊടുക്കുകയും അവയ്ക്ക് ഭീഷണി ഉയർത്തിക്കാനെന്ന നിലയിൽ എപ്പോഴും വീട്ടിലും പരിസരങ്ങളിൽ ശബ്ദിച്ചുകൊണ്ട് നടക്കുകയുമാണ് പൂച്ച ചെയ്യുന്നത്. ഇപ്രകാരം മനുഷ്യന് സദാ ഉപകാരം ചെയ്യാനായി കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരിക്കുന്ന പൂച്ച ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നാരകം നട്ടാൽ നാട് വിടുമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? എല്ലാവർക്കും നാരകത്തിൻ്റെ ബലത്തെയും ഗുണത്തെയും പറ്റി അറിയാവുന്നതാണ്. എന്നാൽ വളരെ കാലതാമസമെടുത്താണ് നാരകം വളരുന്നത്. നാരകം കായ്ക്കുന്നത് അതിലും കാലതാമസമെടുത്താണ്. അതിനാൽ നാരകം നടുന്നയാളിന് അതിൻ്റെ ബലം അനുഭവിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. വളർച്ചയ്ക്കും കാലതാമസം നേരിടുന്നത് കൊണ്ടാണ് നാരകം നട്ടയാൾ നാടുവിടുമെന്ന് പറയുന്നത്. ബലം ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ പല കാരണങ്ങൾ കൊണ്ട് നാരകം നട്ടയാൾ നാട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും.